കുറച്ച് നാളുകൾക്ക് മുമ്പ് ട്രംപ് ഭരണകൂടത്തിനെതിരെ ന്യൂയോർക്ക് നഗരത്തിൽ നടന്ന പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ നിന്ന യുവാവ് ട്രംപിനെ കുറിച്ച് പറഞ്ഞത് അമേരിക്കൻ ജനതയുടെ ദുസ്വപ്നമെന്നാണ്. അതേ ട്രംപിന് ദുസ്വപ്നങ്ങൾ നിറഞ്ഞ രാത്രിയാകും വരാനിരിക്കുന്നത്. കാരണം ആ യുവാവ് US-ലെ ഏറ്റവും വലിയ നഗരത്തിന്റെ തലപ്പത്തെത്തിയിരിക്കുകയാണ്. സൊഹ്റാൻ മംദാനി. നിലപാടുകളും നയങ്ങളും വ്യക്തം. സൊഹ്റാൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളോട് തുറന്ന യുദ്ധം, പലസ്തീൻ അനുകൂല നിലപാടുകൾ, കോർപ്പറേറ്റുകൾ സാധാരണക്കാരന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുകയാണെന്ന നിരീക്ഷണങ്ങൾ, അടിമുടി ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്ന വാചകങ്ങളും ആശയങ്ങളും. ന്യൂയോർക്ക് സിറ്റി മേയറാകുന്ന ആദ്യത്തെ മുസ്ലിം മതസ്ഥൻ, ഇന്ത്യൻ വംശജൻ. പ്രത്യേകതകൾ ഒരുപാടുണ്ട് മംദാനിക്ക്. I vote for you. Thank you so much. Thank I you. just tell my wife you're here. Thank you. Please give this to her. Thank you so much. ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഉഗാണ്ടൻ അക്കാഡമിഷ്യൻ മഹ്മൂദ് മംദാനിയുടെയും മകനാണ്. 7-ാം വയസ്സിൽ ന്യൂയോർക്കിലേക്ക് കുടിയേറിയെത്തിയെങ്കിലും US പൗരത്വം കിട്ടിയത് 2018-ൽ. റാപ്പറും എഴുത്തുകാരനുമാണ്. ഹിന്ദിയും ഉറുദുവും സ്പാനിഷുമെല്ലാം നന്നായി വഴങ്ങും. ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാർക്കായുള്ള പോരാട്ടത്തിലൂടെ പൊതുശ്രദ്ധയിലെത്തി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2020-ൽ ന്യൂയോർക്കിലെ സ്റ്റേറ്റ് അസംബ്ലിയിൽ അംഗമായി. സാധാരണക്കാരന്റെ വക്താവായ സൊഹ്റാൻ ന്യൂയോർക്കിൽ ചർച്ച ചെയ്തതും അവരുടെ പ്രശ്നങ്ങൾ തന്നെ. വിലക്കയറ്റവും ജീവിത ചെലവും ഉയർന്ന വീട്ടുവാടക നിരക്കുമൊക്കെ. അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മംദാനിക്ക് കഴിയുമെന്നതാണ് ന്യൂയോർക്ക് ജനത പ്രതീക്ഷിക്കുന്നത്. For South Asians growing up in New York City, taxis were one of the ways we would see ourselves as part of the fabric of the city. Thank you, brother. സൊഹ്റാൻ മംദാനിയുടെ വിജയം തടയാൻ കോടികൾ ഒഴുക്കിയെന്ന് പറയപ്പെടുന്ന വാൾസ്ട്രീറ്റിലെ കോർപ്പറേറ്റ് കമ്പനികൾ, എന്തിനും ഏതിനും മടിക്കാത്ത ട്രംപിന്റെ സമീപനങ്ങൾ, സാമ്പത്തികമായി ഞെരുക്കി ഫെഡറൽ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ള ഭീഷണികൾ, വെല്ലുവിളികൾ പലതാണ് മംദാനിക്ക് മുന്നിൽ. പക്ഷേ ഈ ജനാധിപത്യ വിജയം നൽകുന്നത് അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ആത്മവിശ്വാസമാണ്.